നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ശശി തരൂരിന് ഇക്കുറി അല്പം മങ്ങലേറ്റിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം BJP കേന്ദ്ര നേതൃത്വം ഇറക്കിയത് തരൂരിനോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള രാജീവ് ചന്ദ്രശേഖരനെ തന്നെയാണ്. ഇപ്പോൾ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖരാണ്. അതിനോടൊപ്പം എതിരിടാമെന്നാണ് തരൂർ കരുതിയത്. പക്ഷേ ഓടിയെത്താൻ കഴിയുന്നില്ല. ഓടിയെത്തണമെന്നുണ്ടെങ്കിൽ താഴെ തട്ടിലെ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ ശക്തി വരുത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ അണികൾ ഉണരേണ്ടതുണ്ട്. ഇതാണ് കോൺഗ്രസിനില്ലാതെ പോയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോരായ്മകളുണ്ടെന്ന പരാതിയുമായി ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ സമീപിച്ചിരിക്കുകയാണ്. പ്രചരണ പ്രവർത്തനങ്ങളിൽ പോരായ്മയുണ്ടെന്ന പരാതിയാണ് തരൂർ ഉന്നയിക്കുന്നത്. ബൂത്ത് മണ്ഡലം കമ്മിറ്റി തലങ്ങളിലെ പ്രചരണം മന്ദഗതിയിലായതാണ് തരൂരിനെ പരാതി ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത്. ഇതര മുന്നണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് ഊർജം കൈവരാനുണ്ട്. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ മതിയെന്ന മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് തരൂർ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ശേഷവും തരൂർ സമാനമായ പരാതി പരസ്യമായി തന്നെ ഉന്നയിച്ചിരുന്നതാണ്. പ്രവർത്തക സമിതി അംഗമായ തരൂരിന്റെ പരാതി വന്നതോടെ പ്രതിപക്ഷ നേതാവ് സതീശനും KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനും പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നുണ്ട്. പാലോട് രവി നയിക്കുന്ന കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമായി കൊണ്ടുപോകാനോ നല്ല നിലയിൽ ഏകോപിപ്പിക്കാനോ കഴിയാത്തതാണ് പരാതിക്കിടയാക്കുന്നതെന്നാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. പ്രചരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ സ്വന്തം ടീമിനെയാണ് തരൂർ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആശ്രയിക്കുന്നത്. ഇത്തവണ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുമായി വേണ്ടത്ര കൂടിയാലോചന ഇല്ലാത്തതുകൊണ്ട് നേതാക്കൾക്കും പ്രവർത്തകർക്കും തരൂർ ശൈലിയിലുള്ള ക്യാമ്പയിനിൽ വലിയ പങ്ക് വഹിക്കാനില്ല. അതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം താഴെത്തട്ടിൽ മന്ദീഭവിക്കാൻ കാരണമെന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. എങ്കിലും ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാ ഇടപെടലും നടത്താനാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രമം. KPCC DCC മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രാദേശിക തലത്തിലെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. പുനഃസംഘടന നടത്തിയപ്പോൾ തഴയപ്പെട്ട നേതാക്കൾ നിസ്സഹകരണത്തിലാണ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട DCC നേതൃത്വം അതിന് കാര്യമായി ശ്രമിക്കുന്നില്ല. സ്വന്തം സ്ഥലമായ പാലോട് പെരിങ്ങമല പഞ്ചായത്തിലെ ഭരണനഷ്ടത്തെ തുടർന്ന് ജില്ലാ അധ്യക്ഷ പദവി രാജിവെച്ച പാലോട് രവി എല്ലാ തലങ്ങളിലും സ്വീകാര്യതയുള്ള നേതാവല്ല. പഴയ ശൈലിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന പാലോട് രവിയോട് യുവതലമുറ നേതാക്കൾക്കും വലിയ ആഭിമുഖ്യമില്ല. ഇതെല്ലാം ചേർന്നാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ പിന്നോട്ടടിച്ചിരിക്കുന്നത്. തരൂർ ആദ്യം സ്ഥാനാർത്ഥിയായി വന്ന 2009 ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് കാര്യമായ പിന്തുണ ലഭിച്ചിരുന്നില്ല. കെട്ടിയിറക്കപ്പെട്ട നേതാവെന്ന നിലയിൽ തരൂരുമായി അടുക്കാൻ നേതാക്കളാരും മുന്നോട്ട് വന്നില്ല. അക്കാലത്ത് തലസ്ഥാന മണ്ഡലത്തിലെ രാഷ്ട്രീയമോ ഭൂമിശാസ്ത്രപരമായ അതിരുകളോ പോലും നിശ്ചയമില്ലാതിരുന്ന തരൂരിനൊപ്പം ജില്ലാ ജനറൽ സെക്രട്ടറി മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്നും കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെ പൂർണ്ണമായി ആശ്രയിക്കാതെ സ്വന്തം ടീമിനെ ഉപയോഗിച്ചാണ് തരൂർ പ്രചാരണം നയിച്ചത്. പ്രൊഫഷണൽ ടീമിന്റെ കരുത്തിലും വിശ്വപൗരൻ എന്ന നിലയിലുള്ള പ്രതിച്ഛായയും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെയും കരുത്തിലാണ് തരൂർ ജയിച്ചു കയറിയത്. കണ്ടു ശീലിച്ച രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായ തരൂരിന്റെ ശൈലിക്ക് പൊതുമണ്ഡലത്തിൽ സ്വീകാര്യത ലഭിച്ചപ്പോൾ പാർട്ടിയിൽ അതുണ്ടായില്ല. ഭാവിയിൽ ലഭിച്ചേക്കാവുന്ന സീറ്റ് സ്ഥിരമായി നഷ്ടപ്പെടാൻ തരൂരിന്റെ സാന്നിധ്യം ഇടയാക്കിയേക്കുമെന്ന ഭയാശങ്കകൾ ജില്ലാ നേതാക്കളെ തരൂരിൽ നിന്ന് അകറ്റി. തരൂരും തൻ്റെ നിലവിട്ട് താഴേക്ക് ഇറങ്ങി വരാനും തയ്യാറായില്ല. രണ്ടും കൂടിയായപ്പോൾ ജില്ലയിലെ പാർട്ടി സംഘടനയിൽ സ്വീകാര്യതയുള്ള നേതാവായി മാറാൻ തരൂരിന് കഴിഞ്ഞില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തരൂർ ശ്രമം തുടങ്ങിയപ്പോൾ ചില നേതാക്കൾ മണ്ഡലത്തിൽ ആശ വെച്ച് മുന്നോട്ട് വന്നു. എന്നാൽ സംസ്ഥാന തലത്തിൽ എതിർപ്പ് ശക്തമായതോടെ തരൂർ പിന്മാറി. AICC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെത്തിയ തരൂർ അവഗണിക്കാനാകാത്ത തരത്തിലേക്ക് വളർന്നു. ഇതോടെ സീറ്റ് മോഹികൾ നിരാശരായി. ഇതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും പ്രതിഫലിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. എന്തായാലും തരൂർ അല്പം മങ്ങലോടുകൂടിയാണ് മണ്ഡലത്തിൽ നിൽക്കുന്നത്.